ഒമാനിലെ ദുഃഖം തുറമുഖത്ത് എണ്ണ സംഭരണ ടാങ്കുകൾക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. ആക്രമണത്തിൽ ആളപായമില്ലെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. മസ്കത്തിൽ നിന്ന് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അലി, ഈ ആക്രമണത്തിനുള്ള ശ്രമം നടന്ന വിവരം അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ടോ? അലി, ഞാൻ തിരിച്ചെത്താം. ചെറിയ സാങ്കേതിക തടസ്സം താങ്കളുടെ ശബ്ദത്തിൽ. ഏതായാലും ഒമാനിലെ ദുഃഖം തുറമുഖത്താണ് എണ്ണ സംഭരണ ടാങ്കുകൾക്ക് നേരെ വീണ്ടും ഒരു ആക്രമണത്തിന് ശ്രമം നടന്നിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെയും ഇതിന് സമാനമായ രീതിയിൽ തന്നെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. ഒമാൻ ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അലി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. അലി, തുടരാം. തീർച്ചയായും മനീഷ, ഒമാനിൽ ദുഃഖം തുറമുഖത്തെ ഇന്ധന സംഭരണ ടാങ്കർക്ക് നേരെയാണ് ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടായത്. പക്ഷേ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഡ്രോണുകളുടെ ഉത്ഭവത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒമാൻ ന്യൂസ് ഏജൻസി പറയുന്നില്ല. എവിടെ നിന്നാണ് വന്നതിനെ പറ്റി ഒന്നും പേരെടുത്ത് പറയുന്നില്ല. എന്തായാലും ഡ്രോണുകളുടെ ആക്രമണം ഇന്ധന സംഭരണ ടാങ്കർക്ക് നേരെ ഉണ്ടായി എന്ന് ഒമാൻ ന്യൂസ് ഏജൻസി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങളോ മറ്റു ആളപായങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ന്യൂസ് ഏജൻസി അറിയിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെയുള്ള ഈ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഡ്രോണുകൾ വന്നതെന്നും ഒമാൻ അറിയിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഒമാനിൽ ഇന്നലെ തന്നെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എല്ലാ ഡ്രോണുകളുടെയും അതേപോലെ വ്യാപാര ഉപകരണങ്ങളുടെയും പ്രവർത്തനവും അനുമതിയും ഒമാനിൽ നിരോധിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. സർക്കാർ വാണിജ്യ വിനോദ ആവശ്യങ്ങൾക്കും കായിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കും ഇത് ബാധകമാണെന്ന് കൂടി അറിയിച്ചിരുന്നു. ഈ കാലയളവിൽ മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു ഡ്രോൺ പ്രവർത്തനവും അതിന്റെ പറക്കലും ഒമാന്റെ വ്യോമപരിധിയിൽ അനുവദിക്കില്ല എന്നുകൂടി സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് രാവിലെയാണ് തുറമുഖത്തെ ഇന്ധന സംഭരണ ടാങ്കുകൾക്ക് നേരെ ഒന്നിലധികം ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലൊരു ഡ്രോൺ ഈ ഇന്ധന സംഭരണ ടാങ്കിൽ ഇടിക്കുകയും ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നും ന്യൂസ് പറയുന്നുണ്ട്. പക്ഷേ ആളപായങ്ങളോ മറ്റു പരിക്കുകളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഡ്രോൺ ആക്രമണം മാറ്റി നിർത്തിയാൽ ഒമാനിൽ മറ്റൊരു ആക്രമണ സംഭവങ്ങളോ പ്രത്യാക്രമണങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനീഷ. മസ്കത്തിൽ നിന്ന് അലിയാണ് വിവരങ്ങൾ നൽകിയത്.